ജനുവരി 7 ഫ്രണ്ട്ഷിപ്പ് ഡേ. ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് എല്ലാവരെയും പോലെ ഞാനും ഭയങ്കര ആയിട്ടൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് ഡേ ആണെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. വളരെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ഫ്രണ്ട്സ് ആയിരുന്നു എനിക്ക് അവനെനിക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് 3 പേര്, അജു, അജിത്, പിന്നെ ഞാൻ. പിന്നെ അതിലുപരി എനിക്ക് വേറൊരു ഫ്രണ്ടും ഉണ്ട്. അവനിപ്പോൾ ഈ ഭൂമിയിലില്ല, ഡെഡായിപ്പോയി. അപ്പം ഞാൻ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോളിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഒരു സമയത്ത് ദൈവം എനിക്ക് ഒരു സമയം എനിക്ക് തന്നില്ല. അപ്പോഴത്തേക്ക് അവനെ വിളിച്ചു. എനിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു എൻ്റെ ഫ്രണ്ട് പോയപ്പോൾ. ഞാൻ പിന്നെ കരഞ്ഞില്ല. മാനസികമായിട്ടൊരു ഒരു വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾക്ക് ദൈവം തരുന്ന എത്ര വലിയ ഫ്രണ്ട്സ് ആയാലും അവർ നിങ്ങൾ കൈ ചേർത്ത് പിടിക്കണം. ഒരിക്കലും വിട്ടുകളയരുത്. വിട്ടുകഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. എത്ര ഫ്രണ്ട്സിനുള്ള ഉള്ളതല്ല കാര്യം, അവരെ ചങ്കും അറിഞ്ഞ് മനസ്സറിഞ്ഞ് സ്നേഹിക്കണം. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഹോപ്പ് നോൺസ്, അവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് സേദിക്ക, പിന്നെ എൻ്റെ മാസ്റ്റർ. ഇവർ രണ്ടുപേരുമാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ കീപ്പ് ചെയ്താൽ നമ്മൾ അടിപൊളി ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന എന്നൊക്കെ ഒരു രീതിയും കാര്യങ്ങളുണ്ട്. ആ രീതിയും കാര്യങ്ങളും കറക്റ്റായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പും നമ്മൾ വിട്ടു പോകത്തില്ല. പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ച് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോട്ടെ നിൽക്കുക. അവർ നമ്മുടെ ലൈഫിലല്ലേ അല്ല, വേറെ ആരുടെയോ ലൈഫിലല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ.